എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 21-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. വർഷം ഹിരൺമയസമാഹ്വയമൗത്തരാഹമാസീന മദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവത്തെ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. വർഷം, ഒരു ഭൂഖണ്ഡം എന്നാണ് ഈ ദശകത്തിൽ വർഷം എന്നതിന് അർത്ഥം വരുന്നത്. ഏത് ഭൂഖണ്ഡം? ഹിരൺമയ, ഹിരൺമയം എന്നു പേരായ ഭൂഖണ്ഡം. സമാഹ്വയം ഔത്തരാഹം ആസീനം, അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ രമ്യക വർഷത്തിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്തുള്ള ഹിരൺമയം എന്ന ഖണ്ഡത്തിൽ ഉപവേശിക്കുന്നവനായി. അദ്രിധൃതി കർമ്മഠ കാമഠാംഗം, മല പോലും പൊക്കാൻ സാമർഥ്യം കാട്ടിയ കൂർമ്മ ശരീരമുള്ളവനായി. ഏത് മല? കൂർമാവതാരമെടുത്ത് പൊക്കിയില്ലേ മന്ദരപർവ്വതം. സംസേവതി, നന്നായി സേവിക്കുന്നവനായ. പിതൃഗണപ്രവര, പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ. അര്യമായം, അര്യമാവ്. തം ത്വാം, അങ്ങയെ. ഭജാമി ഭഗവൻ, ഞാൻ ഭജിക്കുന്നു ഭഗവാനെ. എങ്ങനെയുള്ള ഭഗവാനെ? പരചിന്മയാത്മൻ, പരമാർത്ഥ ജ്ഞാനസ്വരൂപനായ, അതായത് പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക. എന്താ പറയണേ? രമ്യകഖണ്ഡത്തിനു വടക്കുള്ള ഹിരൺമയഖണ്ഡത്തിൽ മല ചുമക്കാൻ പോലും യോഗ്യതയോടുകൂടിയ ആമയുടെ ശരീരം ധരിച്ച് സ്ഥിതി ചെയ്യുന്നവനും പിതൃസംഘപ്രധാനിയായ അര്യമാവിനാൽ സംസേവിതനുമായ പരബ്രഹ്മമൂർത്തിയായ ഹേ ഭഗവാനെ, ഞാൻ അങ്ങയെ ഭജിക്കുന്നു. ഹരേ കൃഷ്ണ.